ഒന്നാമത്തെ ചോദ്യം, കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രി ആര്? ഓപ്ഷൻ എ അമിത് ഷാ, ഓപ്ഷൻ ബി നാരായണ ടാറ്റൂർ റാണെ, ഓപ്ഷൻ സി നിർമ്മല സീതാരാമൻ, ഓപ്ഷൻ ഡി പീയൂഷ് ഗോയൽ. ഉത്തരം നിർമ്മല സീതാരാമൻ. രണ്ടാമത്തെ ചോദ്യം, രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏത്? ഓപ്ഷൻ എ ബംഗാളി, ഓപ്ഷൻ ബി ഷോം പ്രകാശ്, ഓപ്ഷൻ സി സംവാദ് കൗമുദി, ഓപ്ഷൻ ഡി മുറാദ് ഉൽ അക്ബർ. ഉത്തരം സംവാദ് കൗമുദി. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര? ഓപ്ഷൻ എ ലഡാക്ക്, ഓപ്ഷൻ ബി കാരക്കോറം, ഓപ്ഷൻ സി സസ്കർ, ഓപ്ഷൻ ഡി ഹിമാലയം. ഉത്തരം കാരക്കോറം. നാലാമത്തെ ചോദ്യം, കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ നഗരം? ഓപ്ഷൻ എ ഡൽഹി, ഓപ്ഷൻ ബി കൊൽക്കത്ത, ഓപ്ഷൻ സി മുംബൈ, ഓപ്ഷൻ ഡി ചെന്നൈ. ഉത്തരം മുംബൈ. അഞ്ചാമത്തെ ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ? ഓപ്ഷൻ എ ശ്യാം ശരൺ നേഗി, ഓപ്ഷൻ ബി ജോഷി കുമാർ, ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ഡി സുകുമാർ സെൻ. ഉത്തരം ശ്യാം ശരൺ നേഗി. ആറാമത്തെ ചോദ്യം, വർണ്ണാന്ധത കണ്ടുപിടിച്ചത് ആര്? ഓപ്ഷൻ എ ജോൺ ഡാൾട്ടൺ, ഓപ്ഷൻ ബി ജോർജ് ഹാർട്ട്ലി, ഓപ്ഷൻ സി ഇഷിഹാറ, ഓപ്ഷൻ ഡി ജോൺ ബെർക്കൻഹൌട്ട്. ഉത്തരം ജോൺ ഡാൾട്ടൺ. ഏഴാമത്തെ ചോദ്യം, ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് എന്ന്? ഓപ്ഷൻ എ 1950 ജനുവരി 24, ഓപ്ഷൻ ബി 1950 ജനുവരി 25, ഓപ്ഷൻ സി 1950 ജനുവരി 26, ഓപ്ഷൻ ഡി 1949 ജനുവരി 26. ഉത്തരം 1950 ജനുവരി 25. എട്ടാമത്തെ ചോദ്യം, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല? ഓപ്ഷൻ എ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ഓപ്ഷൻ ബി ഇന്ത്യ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ഓപ്ഷൻ സി വിശ്വേശ്വരയ്യ അയേൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്, ഓപ്ഷൻ ഡി ഭിലായ് സ്റ്റീൽ പ്ലാന്റ്. ഉത്തരം വിശ്വേശ്വരയ്യ അയേൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. ഒമ്പതാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കേണ്ട സമയ ദൈർഘ്യം? ഓപ്ഷൻ എ 52 സെക്കൻഡ്, ഓപ്ഷൻ ബി 54 സെക്കൻഡ്, ഓപ്ഷൻ സി 51 സെക്കൻഡ്, ഓപ്ഷൻ ഡി 53 സെക്കൻഡ്. ഉത്തരം 52 സെക്കൻഡ്. പത്താമത്തെ ചോദ്യം, ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം? ഓപ്ഷൻ എ 22, ഓപ്ഷൻ ബി 21, ഓപ്ഷൻ സി 23, ഓപ്ഷൻ ഡി 24. ഉത്തരം 24.